ഫെറി ട്രിപ്പിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ ഈ ബാക്കിൽ കാണുന്ന റെഡ് ബിൽഡിങ്ങില്ലേ, അതാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാറിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണു. സ്വർണ്ണയും കൊച്ചുമൊക്കെ അങ്ങോട്ടേക്ക് കോർക്കിട്ട് പോവാണ്. ഞങ്ങളുടെ വെസ്റ്റ് കോർക്കിലാണ് ഞങ്ങൾ ഇന്നത്തെ ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല. നമുക്ക് കയറി ഒന്ന് കറങ്ങി കണ്ടിട്ട് വെസ്റ്റ് കോർക്കിട്ട് പോകാം. ബൈ ബൈ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇത് എല്ലാവരും കൂടി ഇനിയിപ്പോൾ ഇഞ്ചി ബീച്ച് പോവാൻ കേട്ടോ. ബീച്ചിട്ട് എത്താറാകുമ്പോൾ ഉള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സൈഡിൽ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. അടിപൊളി സ്പോട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു അവിടെ നിന്ന്. അപ്പോൾ അതേ ബീച്ചിട്ട് എത്തുവാണ്. ബീച്ചിലെത്തുന്നതിന് തൊട്ട് മുന്നേ മുകളിൽ കുറച്ച് പാർക്കിംഗ് ഉണ്ട്. അവിടെ കുറേ പേരൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ താഴത്തേക്ക് ഇറക്കുകയാണ് ചെയ്ത്. നമുക്ക് ബീച്ചിൻ്റെ അകത്ത് നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അകത്തേക്ക് കയറ്റി ഞങ്ങൾ പാർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ബീച്ചിട്ട് ഇറങ്ങാൻ എളുപ്പമാണല്ലോ. ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിട്ട് മൂവ് ചെയ്തു. നമ്മളിപ്പോൾ ഗ്യാപ്പ് ഓഫ് ഡൺലോയിൽ ഹോഴ്സ് റൈഡിന് പോവാണ് കേട്ടോ. ആക്ച്വലി കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾ ഈ സെയിം സ്ഥലത്ത് തന്നെ കാറിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഹോഴ്സ് റൈഡ് ഉണ്ടെന്ന്. നല്ല സ്ഥലമാണ്. ഹോഴ്സ് റൈഡ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, നമുക്ക് പോയി നോക്കാം. ഈ കാണുന്ന ഗ്യാപ്പിൽ കൂടിയാണ് നമ്മൾ ഹോഴ്സ് റൈഡിന് പോകുന്നത്. ഇത് കണ്ടോ, ഒരു ഹോഴ്സ് റൈഡിന് പോയിട്ട് വരുന്നവരാണ് കേട്ടോ അത്. വേറെ ആൾക്കാരാണ്. ഞങ്ങളുടെ ഹോഴ്സിൽ കയറി. ഞങ്ങൾ 4 പേരാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളുടെ പാവം ഹോഴ്സാണ്. നമ്മളിതേ ഹോഴ്സ് റൈഡ് ചെയ്ത് നമ്മളൊരു സ്പോട്ടിലെത്തിയേക്കാണ് കേട്ടോ. ശരിക്കും വേർത്താണ്. ഒരു ഹാഫ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ അടിപൊളി സീനറിയാണ് ഹോഴ്സ് റൈഡ് ചെയ്ത് വരുമ്പോൾ. നമുക്ക് ചുറ്റും ഇങ്ങനെ മലയൊക്കെ ആയിട്ട് ഒരു ടോട്ടൽ 1 hour ഹോഴ്സ് റൈഡ്. ഹാഫ് ആൻ അവർ ഇങ്ങോട്ട്, പിന്നെ ഹാഫ് ആൻ അവർ തിരിച്ച്. ഈ സ്പോട്ടിൽ ഞങ്ങളെല്ലാവരും ഇറങ്ങിയേക്കാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ശരിയാവുന്നില്ലേ സാധിച്ചിട്ടോ? അങ്ങനെ ഹോഴ്സ് റൈഡ് കഴിഞ്ഞ് ഇറങ്ങി നമ്മളിനി അടുത്ത സ്പോട്ടിയിട്ട് പോകാൻ കേട്ടോ. അടുത്തതും റിംഗ് ഓഫ് കറിയുടെ ഇടയ്ക്കുള്ള മറ്റൊരു ബീച്ചാണ് കേട്ടോ. അടിപൊളിയാണ് ആ ബീച്ചിട്ടും. നമ്മൾ ഇറങ്ങുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. നമുക്ക് പോയി നോക്കാം. ആ ബീച്ചിൽ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഷോപ്പിലെത്തി അടുത്തുള്ള. അവിടെ നിന്നൊരു കേക്ക് മേടിച്ച്. ഡിംപിളിൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒരു കേക്ക് കട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. Happy birthday to you. മരുമകൻ അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഓരോ പീസ് കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നെക്സ്റ്റ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്ത് ഡിംപിളും അവരെല്ലാവരും തിരിച്ചു പോയിട്ട് ലിമ്മറിക്കിട്ട് തിരിച്ചു പോയി. അവരുടെ സ്റ്റേ ലിമ്മറിക്കിലാണ്. അവരുടെ കസിൻ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയി. ഞങ്ങളുടെ വെസ്റ്റ് കോർക്കിൽ ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി കുറേ ട്രാവൽ ഉണ്ട്. പോകുന്ന വഴി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അങ്ങനെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.